ഹലോ ഫ്രണ്ട്സ്, ജേക്കയുടെ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് രാത്രി നമ്മളെ താമരശ്ശേരി ചുരം അതിന്റെ ഒരു വൈബ് ഒന്ന് കാണേണ്ടിട്ട് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് നല്ല വൈബാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ കൽപ്പറ്റയിൽ എത്തിയപ്പോൾ അവിടത്തേക്ക് പോകാൻ വിരിച്ചത്. അവിടത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോ കൽപ്പറ്റയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ചുണ്ട എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വൈത്തിരി എന്ന് പറഞ്ഞ ടൗൺ ഉണ്ട്, അത് കഴിഞ്ഞ് നേരെ നമ്മളെ ഈ ഒരു താമരശ്ശേരി ചുരത്തിന്റെ വ്യൂ പോയിന്റ് നമുക്ക് കിട്ടും. താമരശ്ശേരി ചുരത്തിന്റെ വ്യൂ പോയിന്റ് എന്നല്ല, ലക്കിടി വ്യൂ പോയിന്റ് എന്നാണ് അവിടെ പറയാറ്. അത്യാവശ്യം ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറിയൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്ന എല്ലാ കാഴ്ചകളും നിങ്ങളെയും കാണിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ നമ്മള് ചുണ്ട ടൗണ് എത്താനായി. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വയനാടിന്റെ റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര വളവും തിരിവുള്ള ഒരു റോഡാണ്. മറ്റുള്ള ജില്ലമാരിയല്ല. നമുക്ക് വളരെ കെയർ ചെയ്ത് വേണം ഡ്രൈവ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയാ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ വരുമ്പോൾ തന്നെ ഉണ്ട്, നമ്മൾ എത്രയോ വാഹനങ്ങൾക്ക് നമ്മൾ ലൈറ്റ് ഡിമ്മൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോ ഒരു വാഹനം വരുന്നുണ്ട്, നമ്മള് ലൈറ്റ് ഡിം ചെയ്ത്, പക്ഷെ എതിർവശത്ത് വരുന്ന വാഹനങ്ങൾ ഡിമ്മോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതൊക്കെയാണ് എന്താ പറയാ ഈ വളവും തിരുവല്ലുള്ള സ്ഥലത്ത് ആക്സിഡന്റ് ഒക്കെ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള സാഹചര്യങ്ങൾ. അപ്പോ ചുണ്ട ടൗൺ എത്തിയിട്ടുണ്ട്. ചുണ്ട ടൗണിൽ നിന്ന് അടുത്ത വൈത്തിരി ടൗൺ കഴിഞ്ഞാല് നമ്മളെ ഈ ലക്കിടി വ്യൂ പോയിന്റ്, താമരശ്ശേരി ചുരത്തിന്റെ ഏറ്റവും ടോപ്പ് ഭാഗം. ശരിക്കും അത് വയനാട് ജില്ലയിലാണ് ഈ ഒരു ലക്കിടി വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയൊക്കെ വരുമ്പോൾ റോഡൊക്കെ കാര്യമായിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഇവിടെയൊക്കെ വരുമ്പോൾ റോഡ് അത്യാവശ്യം ടൈറ്റ് ആയിരുന്നു. ഈ ഒരു സ്ഥലത്തേക്ക് റോഡൊക്കെ കാര്യമായിട്ടുണ്ട്. അതുപോലെ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. നമുക്ക് വൈത്തിരി എത്താനായി. വൈത്തിരി എത്തുന്നതിനെക്കാട്ട് കുറച്ച് മുമ്പായിട്ട് രണ്ട് അടിപൊളി ഹോട്ടലുണ്ട്. ഒന്ന് മസാഫി എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എനി ടൈം ലൈവായിരിക്കും, രാവിലെ മുതലേ അതുപോലെ തന്നെ രാത്രി 12-1 മണി വരെ ഒക്കെ ഈ ഒരു ഹോട്ടലൊക്കെ ലൈവായിരിക്കും. ഇപ്പൊ വൈത്തിരി ടൗൺ എത്തിയിരിക്കുകയാണ്. വൈത്തിരി ടൗണിൽ ഈ ഒരു സമയത്ത് വെച്ചാല് ഏകദേശം കടകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചില കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ, ചില ഹോട്ടലുകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇവിടെ കടകളൊക്കെ ക്ലോസ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച അത് മാത്രമല്ല, രാത്രി 10:30 കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയമായതുകൊണ്ടായിരിക്കും ഈ ഒരു ഏരിയയിലൊക്കെ കടകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത്യാവശ്യത്തിന് ഇത് വാഹനം ഓടിച്ച് പോകുന്നവർക്ക് കഴിക്കാൻ ഹോട്ടലുകൾ ഒരുപാട്, ചെറുതും വലുതുമായ തന്നെ ഒരുപാട് ഹോട്ടൽ ഈ ഏരിയയിലൊക്കെ ഉണ്ട്. അതൊക്കെ തുറന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ സ്ഥലം ഏകദേശം എത്താനായി. ആ എത്തുന്നതിനെക്കാട്ട് മുമ്പിട്ട് ഇവിടെ ഇപ്പൊ ഒരു വയനാട് അൾട്രാ പാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളി പാർക്കാന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ പോയിട്ടില്ല. നമ്മളിതിന്റെ ഒരു വീഡിയോ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കുന്നുണ്ട്. ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു പാർക്ക് ഉള്ളത്. അപ്പൊ നമ്മളെ ലക്കിടി വ്യൂ പോയിന്റിന്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം മഴ നമ്മുടെ ഇതിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് നമ്മള് മഴ ചെറിയ രീതിയിൽ ചാറുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്ലാസ്സിൽ മഴയുടെ തുള്ളികളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അവസരത്തിൽ നമ്മള് ഒരു സ്പേസിനടുത്ത് നമ്മളെ സ്പോട്ടിന്റെ അടുത്ത് എത്താനായി. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇവിടെ തുടങ്ങിയ ഒരു പുതിയൊരു പാർക്കാണിത്, അഡ്വഞ്ചർ പാർക്കാണ്. ഇതൊക്കെ നല്ല ലൈവാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വേറെ മുന്നോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളെ സ്പോട്ടിൽ എത്തുന്ന തന്നെ നല്ല കോടമഞ്ഞുണ്ട്. ഇതൊക്കെ ശരിക്കും വെച്ചാല് വയനാട്ടിലാണ് ഇങ്ങനത്തെയൊക്കെ എന്തായാലും ഉണ്ടാവും. ഈ ഒരു സമയത്ത് ഈ ഒരു കാലാവസ്ഥ എന്ന് വെച്ചാൽ എന്താ പറയുക, മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും നല്ലപോലെ ചൂടൊക്കെ ഉണ്ടെങ്കിലും വയനാടിന്റെ പ്രകൃതി ഭംഗി അതേപടിയിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മള് ഒരു പോയിന്റിന്റെ അടുത്ത് എത്താനായി. നമ്മളെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മളെ വയനാടിന്റെ കവാടം ഇപ്പൊ കാണാനുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല പോലെ മഞ്ഞുണ്ട്. വണ്ടിയിലായിരുന്നുകൊണ്ടായിരിക്കും ചില സമയം കാണാത്തത്. പുറത്ത് അതിഗംഭീര മഞ്ഞാണ്. ഈ ഒരു സമയത്തും ഇങ്ങനെ ഒരു മഞ്ഞ് എന്ന് പറഞ്ഞാല് വേറെ ലെവലാണ്.
എന്നാൽ നമ്മളിപ്പോ വണ്ടി സൈഡാക്കിയതിനു ശേഷം നമ്മള് മറ്റുള്ള അവിടെയുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിൽ കോടമഞ്ഞുണ്ട്. ഇത് കണ്ട ഒരു മഞ്ഞ് ഉറ്റുന്നുണ്ട, നമ്മളെ കൈമേല് വെള്ളം ഉറ്റുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. വണ്ടി വരുമ്പോഴൊക്കെ കണ്ട നല്ല രീതിയിൽ മഞ്ഞുണ്ട്. അതുപോലെ തന്നെ വണ്ടി നല്ല ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നു. താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, വളരെ ചെറുതായിട്ടുണ്ട. എല്ലാ വണ്ടിയും സ്റ്റക്കായിട്ടുണ്ട്, നല്ല രീതിയിൽ ചെറിയ ബ്ലോക്കാണെന്ന് തോന്നുന്നു. ഏതൊരു KSRTC ബസ് കുടുങ്ങിയതാണെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. ചുരത്തിൽ എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു താമരശ്ശേരി ചുരം കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് വരുന്നവരൊക്കെ എന്തായാലും വാഹനത്തിൽ വെള്ളം അതുപോലെ തന്നെ കുട്ടികളുടെ ബിസ്ക്കറ്റൊക്കെ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അധിക സമയവും നമ്മളെ ഈ ഒരു ചുരം ബ്ലോക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു, ഞാൻ നേരം സൂമാക്കി തരാം. താഴെ വേണ്ട വണ്ടിയെല്ലാം വെച്ചാൽ ബ്ലോക്കായിട്ടാണുള്ളത്. പിന്നെ ഇത് നമ്മളെ ജക്കടി വ്ളോഗ്സിൻ്റെ ഓൾ ഇൻ ഓൾ ആണ്. പിന്നെ ഇത് നമ്മളെ ഇക്ബാല്. സുഹൃത്തുക്കളെ, ഇവിടെ നല്ല പോലെ മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും, മഞ്ഞ് ഒഴുകി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ മറ്റൊന്നും തന്നെ പ്രത്യേകിച്ച് താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാൻ നമുക്ക് പറ്റുന്നില്ല. ഇതൊക്കെയാണ് നമ്മളെ വയനാടിൻ്റെ സൗന്ദര്യത്തിന് ആക്കം കൂട്ടുന്ന കാര്യങ്ങൾ. ഇപ്പം മറ്റുള്ള ഒരു സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു സമയത്ത് ഇതേപോലെ ഒരു മഞ്ഞ് വീഴ്ച നമുക്ക് കാണാൻ പറ്റില്ല. ചില സമയം മൂന്നാറിലൊക്കെ ഉണ്ടാവും. മൂന്നാറിനുമായുള്ള ജില്ലകളല്ല, മറ്റുള്ള ജില്ലകളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉണ്ടാ മഞ്ഞിങ്ങനെ പാറി പാറി വരുന്നുണ്ട്. ശരിക്കും നമ്മളെ വീഡിയോയിൽ അത് ക്ലാരിറ്റി ആകുന്നില്ല. ഇതാണ് മഞ്ഞ്, കോട മഞ്ഞ്. ശരിക്കും ചില ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് മാത്രമാണ് കേട്ടോ ഈ മഞ്ഞുള്ളൂ. നമ്മൾ കുറച്ച് താഴോട്ടേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ തീരെ മഞ്ഞ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു ഏറ്റവും ടോപ്പിൽ, ഈ ലക്കിടി വ്യൂ പോയിന്റിന്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തായാലും സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ചൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ വെറുതെ വീഡിയോ വലിച്ചു നീട്ടുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളെ വയനാട്ടിലെ ഒരുപാട് കാഴ്ചകളുമായിട്ട് നമ്മളിപ്പോൾ ഇനി വീണ്ടും വരുന്നതാണ്. നമ്മളെ ഇപ്പോൾ വയനാടൻ കാഴ്ചകളുടെ പുതിയ വീഡിയോ നമ്മൾ വീണ്ടും ഇറക്കുന്നതാണ്. ഇപ്പോൾ മഴയ്ക്ക് വരുന്നതുകൊണ്ട് നമ്മളെ വയനാടിൻ്റെ പ്രകൃതി ഭംഗിക്ക് കുറച്ചും കൂടിയും സൗന്ദര്യം കൂടും. അപ്പോൾ ഒരുപാട് വയനാടൻ വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പം നമ്മളെ വയനാടൻ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മളെ പേജ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. കണ്ട ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, എല്ലാ സ്ഥലത്തും മഞ്ഞാണ്.
താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെ നേരത്തെയൊക്കെ വെച്ചാൽ കുറച്ച് വണ്ടികളൊക്കെ കാണാമായിരുന്നു. ഇപ്പോൾ അതുപോലും കാണാൻ വരുന്നില്ല. നമ്മളെ റെഡ് ലൈറ്റ് പോലും കാണാനില്ല. ഒരു സ്ഥലത്തും ഒന്നും കാണാനില്ല. ഫുള്ള് മഞ്ഞാണ് എല്ലാ സ്ഥലത്തും. ഇങ്ങനത്തെ കാഴ്ചകളാണ് നമ്മളെ വയനാടിന്റെ കാഴ്ചകൾക്ക് വളരെ സൗന്ദര്യമുളവാക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാ ഏരിയയിലും ഭയങ്കരമായിട്ട് മഞ്ഞ് ആണ് ഉള്ളത്. അത് താഴോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാലും ഒരു സ്ഥലത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും ഒരു സംഭവം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല. നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഒരു സാധനം പോലും നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ഫുൾ എല്ലാ ഏരിയയിലും മഞ്ഞാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വയനാട്ടിലെ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. നമ്മളെ വയനാട്ടിലെ ഒരുപാട് വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇനിയിപ്പോൾ മഴയൊക്കെ വരുന്നതുകൊണ്ട് വയനാടിൻ്റെ സൗന്ദര്യം ഒന്നും കൂടി വർദ്ധിക്കും. അപ്പോൾ ഒരുപാട് വീഡിയോസ് വയനാട്ടിലെ തന്നെ പല നിങ്ങൾ കാണാത്ത പല ഹിഡൻ സ്പോട്ടിൻ്റെ വീഡിയോകളായിട്ട് നമ്മൾ നിങ്ങളെ മുന്നിലെത്തുന്നതാണ്. നമ്മളെ പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.